ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടുവിലുള്ള കെമിസ്ട്രിയിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് സോളിഡ് സ്റ്റേറ്റ്. സോളിഡ് സ്റ്റേറ്റിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ മുന്നേ പഠിച്ച കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പം സോളിഡ്സിന്റെ സ്ട്രക്ചർ, അതിൻ്റെ ആറ്റംസിന്റെ അറേഞ്ച്മെന്റ്സ് അറിയുണ്ടാവും. ആറ്റംസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വെക്കുന്നത് പഠിച്ചിട്ടുണ്ട്. അതേപോലെ അതിനൊരു ഡെഫിനിറ്റ് മാസ്, ഷേപ്പ്, സ്ട്രക്ചർ ഇതൊക്കെ ഉണ്ടെന്ന് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ മാറ്റർ ഇസ് ഡിവൈഡഡ് ഇൻ ടു സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ് അല്ലെ. മാറ്റർ ഡിവൈഡ് ചെയ്തിട്ടുള്ള സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ് ആയിട്ടാണ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി അതില് സോളിഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കാൻ പോവുകയാണ്. അപ്പൊ സോളിഡ് സ്റ്റേറ്റിൽ തന്നെ മെയിൻ ആയിട്ട് ഫസ്റ്റ് ഈ ചാപ്റ്ററിൽ ഹൈലൈറ്റ് ചെയ്ത് ഫസ്റ്റ് പറയുന്ന ടോപ്പിക്കാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ക്രിസ്റ്റലൈൻ ആൻഡ് അമോർഫസ് സോളിഡ്സ്. അപ്പം സോളിഡ്സിന്റെ സ്ട്രക്ചർ നിങ്ങളെ മനസ്സിൽ ഉണ്ടാകും അല്ലെ, ഒരു ക്രിസ്റ്റലൈൻ ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് എന്നുള്ളത് ഉണ്ടാകും. എന്നാൽ അങ്ങനെയല്ല, അത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അമോർഫസ് സോളിഡ്സും ഉണ്ട്, ക്രിസ്റ്റലൈൻ സോളിഡ്സും ഉണ്ട്. അപ്പൊ മുന്നേ പഠിച്ചതൊക്കെ എന്തായിരുന്നു? നമ്മൾ ആറ്റംസ് ആർ റെഗുലർലി പാക്ഡ്, ടൈറ്റ്ലി പാക്ഡ് ഇൻ സോളിഡ്സ്, അങ്ങനെയല്ലേ പഠിച്ചത്? ഓർക്കുണ്ടോ? നമ്മള് ചെറിയ ക്ലാസ്സിലൊക്കെ ഈ ആറ്റംസ് ഒക്കെ ക്ലോസ്ലി പാക്ഡ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇങ്ങനെ ക്ലോസ്ലി പാക്ഡ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നോക്കാം. ഇത് ആറ്റംസ് ആണെങ്കിൽ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്? അറേഞ്ച്മെന്റ് ടൈറ്റ്ലി പാക്ഡ് ആണ്, അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് മുന്നേ. അപ്പം ഇതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ഡീപ്പ് സ്റ്റഡിയിലേക്കാണ് ഇനി സോളിഡ് സ്റ്റേറ്റ് കെമിസ്ട്രി നിങ്ങളെ കൊണ്ടുപോകുന്നത്. എൻട്രൻസിന് വരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഇത്. അപ്പൊ നമ്മൾ ഇപ്പൊ +2 കെമിസ്ട്രി സിലബസ് ഫോക്കസ് ചെയ്തിട്ടാണ് ക്ലാസ് എടുക്കുന്നത്, SCRT. അപ്പം ഇത് പഠിച്ചു കഴിയുമ്പോൾ, പഠിക്കുക എന്ന് പറയുമ്പം 360 ഡിഗ്രിയിൽ നമ്മൾ പഠിക്കുക, അതായത് പഠിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു പോവുക. പിന്നെ നമ്മൾ റിവിഷൻ ക്ലാസ്സിൽ എന്ത് ചെയ്യും? ടോപ്പിക്കിന് ഒരു അപ്ഡേഷൻ കൊടുക്കും. അതായത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, അങ്ങനെ ഓരോ ഭാഗങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നുണ്ടാവും. ആദ്യം പഠിച്ചു പോകുമ്പോൾ നമ്മൾ 360 ഡിഗ്രിയിൽ ഒരു കൺഫ്യൂഷനും ഇല്ലാതെ പഠിച്ചു പോകാൻ നോക്കുക. വളരെ കൃത്യമായി പഠിച്ചു പോയി കഴിഞ്ഞാൽ എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു നല്ല ചാപ്റ്റർ ആണ് ഇത് നിങ്ങൾക്ക് മുന്നിലുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ എല്ലാവർക്കും സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ക്രിസ്റ്റലൈൻ ആൻഡ് അമോർഫസ് സോളിഡ്സ്. സോ സോളിഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോളിഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ ഇപ്പൊ എന്താണ്? These have definite and regular arrangement of constant particle in space. അല്ലെ, ഡെഫിനിറ്റ് അറേഞ്ച്മെന്റ് ഉള്ള ഒരു പാർട്ടിക്കിൾ ആണ് ക്രിസ്റ്റലൈൻ സോളിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാൽ അമോർഫസ് സോളിഡ്സ് ആണെങ്കിലോ? അമോർഫസ് സോളിഡ്സ് ആണെങ്കിൽ എന്താണ് അമോർഫസ് സോളിഡ്സ് എന്ന് പറഞ്ഞാല്? Amorphous solids have regular arrangement of constant particle. ആണോ? അല്ല. Doesn't have any regular arrangement of constant particle in space. അപ്പം അതിനൊരു അറേഞ്ച്മെന്റ് ഉണ്ടാവില്ല. അമോർഫസ് എന്താണ്? അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? റാൻഡം അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞൂടെ? റാൻഡം അറേഞ്ച്മെന്റ് എന്ന് പറയാം. റാൻഡം അറേഞ്ച്മെന്റ് എന്ന് പറയാൻ പറ്റും അല്ലെ? റാൻഡം അറേഞ്ച്മെന്റ് എന്ന് പറയാൻ പറ്റും. റെഗുലർ അല്ലാത്തതിന് അതിനെ പറയും റാൻഡം ആയിട്ട് അവിടെയും ഇവിടെയും ചിതറിയാണ് ഈ പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ട്രൂ സോളിഡ്സ് ആണെന്ന് പറയാം. അമോർഫസ് സോളിഡ്സ് എന്ന് പറയുമ്പോൾ സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ് ഓർ സ്യൂഡോ സോളിഡ്സ് എന്ന് പറയാറുണ്ട്. സോ ഇവിടുന്ന് ഒരു ഫസ്റ്റ് +2 കെമിസ്ട്രിയിലെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പാർട്ടിൽ എങ്ങനെ വരാറുണ്ട്? ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അല്ലെ? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടോ അതോ നെയിം, ആ ഒരു രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് കാണാറുണ്ട്. അപ്പൊ ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ദീസ് ആർ കോൾഡ് സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ് ഓർ സ്യൂഡോ സോളിഡ്സ് എന്ന് പറയുമ്പോൾ why this amorphous solids are called super cooled liquids? ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതുമാണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? ബിക്കോസ്. അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കുക എല്ലാവരും. ബിക്കോസ് എന്താണ് പറയാ ഇവിടെ? ഇതിന്റെ ആൻസർ എന്ത് കൊടുക്കാം? ബിക്കോസ് they behave like, just flow like liquids very slowly.
അതായത് they just flow like liquids. അതായത് ലിക്വിഡ്സിനെ പോലെ ഒഴുകുന്നുണ്ട്, ഫ്ലോ ചെയ്യുന്നുണ്ട് വെരി സ്ലോലി, ചെറുതായിട്ട്. അതേപോലെയല്ല, അതിനെ പോലെ കുറച്ച് സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ് അല്ലെങ്കിൽ സ്യൂഡോ സോളിഡ്സ് എന്ന് പറയുന്നത്. ഇതൊരു ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക നിങ്ങള്. ബിക്കോസ് എന്ന് വെച്ചാല് ഈ ഒരു ഏരിയ മാർക്ക് ചെയ്ത് വെക്കുക. These are super cooled liquids. Super cooled liquids. Because they behave like liquid very slowly. They flow like liquid very slowly. They are hence amorphous solids are called pseudo solids. Pseudo solids. They have long order arrangement of the particles. അപ്പം ഇത് പറയണമെങ്കിൽ ഒരു മിനിറ്റ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് ഫസ്റ്റ് ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ. നിങ്ങൾക്ക് നോട്ട് അടക്കമാണ് ഈ ഒരു സ്ലൈഡിൽ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. നോട്ടിന് വേണ്ടി വേറെ ഇനി എവിടെയും പോകേണ്ട കാര്യമില്ല. നോട്ട് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ +2 കെമിസ്ട്രി പബ്ലിക് എക്സാമിന് എഴുതാൻ പറ്റിയ ഒരു നോട്ടാണ്. നന്നായിട്ട് ഇതിൽ തന്നെ ഫോക്കസ് ചെയ്ത് എല്ലാം പഠിച്ച് ഇത് തന്നെ എഴുതിയാൽ മതി. വേറൊരു എക്സ്ട്രാ പോയിന്റോ ഒന്നോ കാര്യങ്ങളും ആഡ് ചെയ്യേണ്ടതില്ല. ഓക്കെ അല്ലേ? ക്രിസ്റ്റലൈൻ സോളിഡ്സ്, ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാണ്. ക്രിസ്റ്റലൈൻ സോളിഡ്സ് യൂഷ്വലി കൺസിസ്റ്റ് ഓഫ് എ ലാർജ് നമ്പർ ഓഫ് സ്മോൾ ക്രിസ്റ്റൽസ്. ഈച്ച് ഓഫ് ദം ഹാവ് ഡെഫിനിറ്റ് ക്യാരക്ടറിസ്റ്റിക് ജിയോമെട്രിക്കൽ ഷേപ്പ്. ഒരു നിശ്ചിതമായ നല്ല ഷേപ്പ് ഉള്ള സാധനത്തിനെയാണ് ക്രിസ്റ്റലൈൻ സോളിഡ് എന്ന് പറയുക. അതിന്റെ പാർട്ടിക്കിൾസ് ഒക്കെ ഡെഫിനറ്റ് ആയിട്ടും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും അല്ലെ? അതിന്റെ പാർട്ടിക്കിൾസ് ഒക്കെ വളരെ കൃത്യമായി ഒരു സോളിഡ്സിന്റെ പാർട്ടിക്കിൾസ്, ഇതിപ്പോ ഒരു ക്യൂബിന്റെ സ്ട്രക്ചർ ആണ്, അതൊക്കെ നമ്മൾ പഠിക്കും. അപ്പൊ ഇതിന്റെ പാർട്ടിക്കിൾസ് ഒക്കെ ഓരോ ആറ്റംസ് അറേഞ്ച് ചെയ്തത് എവിടെയാണ്, ഓരോ സ്ഥലത്തും ഇങ്ങനെ കൃത്യമായി അറേഞ്ച് ചെയ്തിട്ടുണ്ടാകും. അതാണ് പറയുന്നത്. ഓക്കെ, ഇനി അറേഞ്ച്മെന്റ് ഓഫ് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ്, ആറ്റംസ്, മോളിക്യൂൾസ് ഓർ അയോൺസ് ഇൻ എ ക്രിസ്റ്റൽ ഇസ് ഓർഡേർഡ് ആൻഡ് റിപ്പിറ്റേറ്റീവ് ഇൻ 3 ഡയമെൻഷൻ. റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അതന്നെ. അപ്പം അത് നമ്മൾ ഇനി യൂണിറ്റ്സിൽ എടുക്കുമ്പോൾ പഠിക്കും എന്താണ് അറേഞ്ച്മെന്റ് എന്ന്. അതായത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ്. റെഗുലർ, അതായത് ഓർഡേർഡ്. ഓർഡർ എന്ന് പറഞ്ഞാൽ അറിയില്ലേ, കൃത്യമായ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്. ഇതില് കൃത്യമായ ഒരു ഓർഡർ പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്. ക്രിസ്റ്റൽ ഹാസ് എ ലോങ് റേഞ്ച് ഓർഡർ വിച്ച് മീൻസ് ദാറ്റ് ദർ ഇസ് എ regular pattern of arrangement of particles which repeats itself periodically over the entire crystal. അപ്പൊ ഇതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. എന്താണ് പറഞ്ഞത്? ലോങ് റേഞ്ച് ഓർഡർ എന്നാണ് പറയുന്നത്. എന്താണ് ഈ ക്രിസ്റ്റലൈൻ സോളിഡ്സിന് ലോങ് റേഞ്ച് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ മീനിങ്? അതായത് ഒരുപാട് ദൂരത്തേക്ക്, അത്രയും ലോങ് റേഞ്ചില് ഇതിന്റെ റിപ്പിറ്റേഷൻ ഉണ്ട്. അതായത് ഏതാണോ നിങ്ങളെ ഈ ക്രിസ്റ്റലിന്റെ റിപ്പീറ്റഡ് യൂണിറ്റ്. ഇപ്പം റിപ്പീറ്റഡ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്റ്റല് സപ്പോസ് ഞാൻ ഇവിടെ വരയ്ക്കാം. ജസ്റ്റ് ഇതാണ് ഒരു ക്രിസ്റ്റലിന്റെ സ്ട്രക്ചറിന്റെ ബേസ് എന്ന് വിചാരിക്കാം. ചെറുതാക്കി വരക്കാം. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ വരച്ചതാണ്. ഇപ്പൊ നോക്കാം. ഇപ്പൊ ഇവിടെ ലോങ് റേഞ്ച് ഓർഡർ എന്ന് പറഞ്ഞു. ഈ ഒരു റിപ്പീറ്റേഷൻ വളരെ ദൂരത്തേക്കുണ്ട്. അതായത് ക്രിസ്റ്റല് അത്രയും പെർഫെക്റ്റ്ലി ഓർഡേർഡ് ആണ്. അതിന്റെ ലോങ് റേഞ്ച് ഓർഡർ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ആണ്. പലപ്പോഴും കുട്ടികൾക്ക് ഈ ക്രിസ്റ്റലൈനും അമോർഫസും വെച്ചിട്ട് നന്നായിട്ട് മാറിപ്പോകാറുണ്ട്. അതായത് തിരിഞ്ഞു പോകാറുണ്ട് കുട്ടികൾക്ക്. എന്താണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഡെഫിനിഷനും കാര്യങ്ങളും തിരിഞ്ഞു പോകാറുണ്ട്. ലോങ് റേഞ്ച് ഓർഡർ. ഇനി ഒരു കാര്യം കൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നുണ്ട്, അനൈസോട്രോപ്പിക്കും ഐസോട്രോപ്പിക്കും. അപ്പൊ ഈ ലോങ് റേഞ്ച് ഓർഡർ എന്ന് പറയുമ്പോൾ there is a regular pattern of arrangement of particles which repeat
ദി ഇറ്റ് സെൽഫ് എൻറ്റയർ ക്രിസ്റ്റലിനെ റിപ്പീറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു റെഗുലർ അറേഞ്ച്മെന്റ് ഇതിനുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മൾ ഈ ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ പറ്റി പഠിച്ചു പോവുകയാണ്. ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ജോമെട്രി അതിനുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ആറ്റംസ്, മോളിക്യൂൾസ് ഒക്കെ ഓർഡേർഡ് ആണ്, റിപ്പിറ്റേറ്റീവ് ആണ് ഇൻ 3 ഡയമെൻഷനിൽ അത് റിപ്പിറ്റേറ്റീവ് ആണ്. ക്ലാസ്സിൽ തന്നെ പഠിച്ചു പോകാം, ഇത് കഴിഞ്ഞ് പഠിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്താണ്, ക്രിസ്റ്റലൈൻ സോളിഡ്സ് ഹാവ് എ വെരി ലോങ് റേഞ്ച് ഓർഡർ. അങ്ങനെ പറഞ്ഞാൽ എന്താണ് മീനിങ്, എന്താണ്? ഈ ഒരു സ്ക്വയറിന്റെ റിപ്പീറ്റേഷൻ ആണല്ലേ വരുന്നത്. ഇപ്പൊ ഇതൊരു സ്ക്വയർ ആണ്, അതിന്റെ റിപ്പീറ്റേഷൻ ആണ് മൊത്തത്തിൽ ആ ഒരു ക്രിസ്റ്റലിന്റെ സ്ട്രക്ചർ വരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ അതിന്റെ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോഡിയം ക്ലോറൈഡ് NaCl, ഉപ്പിന്റെ സ്ട്രക്ചർ. സോഡിയം ക്ലോറൈഡ് NaCl, ഉപ്പ്. ക്വാഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ക്രിസ്റ്റലൈൻ സിലിക്കയാണ്, ക്രിസ്റ്റലൈൻ സിലിക്ക. അപ്പം ക്വാഡ്സ്, ഇത് രണ്ടും അതിനുള്ള എക്സാമ്പിൾസ് ആണ്. ഓക്കെ അല്ലേ? ഇനി അമോർഫസും ക്രിസ്റ്റലൈനും തമ്മിൽ വേറൊരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. അനൈസോട്രോപ്പിക്കും അതേപോലെ ഐസോട്രോപ്പിക്കും. അപ്പൊ നമുക്കറിയാം ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് പറഞ്ഞാൽ വെൽ ഓർഡേർഡ് സ്റ്റേറ്റിലാണ് ഉണ്ടാവുക. എല്ലാം ഒരേപോലെ അല്ലേ? ഇവിടെ നോക്കിക്കേ, ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അനൈസോട്രോപ്പിക്കും ഐസോട്രോപ്പിക്കും കുട്ടികൾക്ക് തിരിഞ്ഞു പോകാറുണ്ട്. ഈ ഒരു കൺസെപ്റ്റ് ശരിക്കും അറിയാത്തത് കൊണ്ട് തിരിഞ്ഞു പോകാറുണ്ട്. എന്താണ് ഈ ഐസോ എന്ന് പറഞ്ഞുള്ള വേർഡ് മീനിങ്? ഐസോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേപോലെ അല്ലെ? ഒരേപോലെ എന്ന് പറയുമ്പോൾ ഇത് പെർഫെക്റ്റ്ലി അറേഞ്ച്ഡ് ആണ് അല്ലെ? ഐസോട്രോപ്പിക് എന്ന് പറഞ്ഞാൽ എല്ലാം ഒരേപോലെ ആയിരിക്കും. ഇനി അനൈസോ എന്ന് പറഞ്ഞാൽ എന്താ? അനൈസോ എന്ന് പറഞ്ഞാൽ എന്താ? Aniso means, what do you mean by anisotropic and what do you mean by isotropic? അപ്പം ഈ അനൈസോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രോപ്പർട്ടീസും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഇതൊരു തിരിഞ്ഞു പോകുന്ന ടോപ്പിക് ആണ്. ഇതൊന്ന് ശ്രദ്ധിക്കുക, എല്ലാരും ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക, നോക്കാം. അപ്പൊ ഇതില് ഈ ഒരു സ്ട്രക്ചർ മാത്രം ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കുക, കാരണം നമ്മൾ കണ്ടുപഠിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിൽ നിൽക്കുള്ളൂ. അനൈസോട്രോപ്പി ഇൻ ക്രിസ്റ്റലൈൻ സോളിഡ്സ്, ഐസോട്രോപ്പി ഇൻ അമോർഫസ് സോളിഡ്സ്. അപ്പം ക്രിസ്റ്റലൈൻ സോളിഡ്സ് പറഞ്ഞാൽ ഇവിടെ വെൽ ഓർഡേർഡ് ആണ് ഇല്ലേ? വെൽ ഓർഡേർഡ് ആണ്. അപ്പൊ നമുക്കിവിടെ എല്ലാം ഈ ഒരു ആറ്റത്തിന്റെ അറേഞ്ച്മെന്റ് ഒക്കെ കണ്ടില്ലേ? അറേഞ്ച്മെന്റ് വളരെ സ്പെസിഫിക് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇല്ലേ? കൃത്യമായി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിനൊരു കുഴപ്പമില്ല. പക്ഷെ നോക്കിക്കേ, ഇതില് ഒരു ലൈന് ജസ്റ്റ് ഒന്ന് ഞാൻ വരക്കാണ്, ഇതിന്റെ പ്രോപ്പർട്ടി പറയാൻ വേണ്ടിട്ട് ജസ്റ്റ് ഒരു ലൈൻ ഞാൻ വരക്കാണ്. അപ്പൊ ഇതിന്റെ ഈ ഒരു പ്രോപ്പർട്ടി, ഈ ഒരു ലൈന് ഞാൻ ഇവിടെ വരക്കാണ്. അപ്പൊ എങ്ങോട്ടേക്കാണ്? ഇതൊരു ഡയറക്ഷണൽ പ്രോപ്പർട്ടി ഏതെങ്കിലും ആയിക്കോട്ടെ, സ്പീഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വെലോസിറ്റി ആയിരിക്കോട്ടെ, ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ ഇത് ഓരോ ആറ്റം ഇവിടെ ഡിഫറെന്റ് ആയിട്ട് കാണുന്നില്ലേ? ഒന്ന് പച്ച കളറാണ്, ഒന്ന് പിങ്ക് കളറാണ്, ഒന്ന് പച്ച കളറാണ്, ഒന്ന് പിങ്ക് കളറാണ് ഇല്ലേ? ഈ ഒരു രീതിയിലാണ് ഇങ്ങനെ പോകുന്നത്. ഇതിന്റെ സ്പീഡ് ആയിക്കോട്ടെ, എന്തെങ്കിലും ഫിസിക്കൽ പ്രോപ്പർട്ടി ആയിക്കോട്ടെ. പക്ഷെ ഇങ്ങനെ ഞാൻ വരക്കുകയാണെങ്കിലോ, ഈ രീതിയിൽ ഇതിലൂടെ വരക്കുകയാണെങ്കിലോ, ഈ രീതിയിൽ വരക്കുകയാണെങ്കിൽ എന്താണ്? ഇതിനും വേറൊരു രീതിയിലാണ് അല്ലെ? ഡിഫറെന്റ് ആയിട്ടാണ് പോകുന്നത്. ഇനി ഞാൻ ഇങ്ങനെ ഒരു വര ഇവിടെ എന്ന് പറഞ്ഞിട്ട് ഒരു വര വരച്ചാണെന്നില്ല ഇവിടെ, അതൊന്ന് ശ്രദ്ധിക്കുക. അതും വളരെ ഡിഫറെന്റ് ആണ്. പിങ്ക് ആറ്റംസിലൂടെ മാത്രമാണ് പോകുന്നത് ഇല്ലേ? പിങ്ക് ആറ്റത്തിലൂടെ മാത്രമാണ് പോകുന്നത്. ഇനി ഇങ്ങനെയാണെങ്കിലോ, അതും ഡിഫറെന്റ് ആണ്, ഡിഫറെന്റ് നമ്പർ ആണ്, എല്ലാം ഡിഫറെന്റ് ആണ്. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരക്കുകയാണെങ്കിലോ, ഈ പച്ചയിൽ കൂടെ മാത്രമാണ് പോകുന്നത്. ഈ അനൈസോട്രോപ്പി എന്ന് പറയുന്ന കാര്യമാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ അനൈസോട്രോപ്പിയിൽ ഓരോ ഫിസിക്കൽ പ്രോപ്പർട്ടി, വെലോസിറ്റി അല്ലെങ്കിൽ മൊമെന്റം, ഇതെല്ലാം ഡിഫറെന്റ് ആണ്. കാരണം ഡയറക്ഷൻസിൽ, ഓരോ ഡയറക്ഷനിലും ഇതൊക്കെ ഡിഫറെന്റ് ആണ് നമുക്ക് കണ്ടു. ഇനി സപ്പോസ് ഐസോട്രോപ്പി ഇൻ അമോർഫസ് സോളിഡ്സ്. അമോർഫസ് സോളിഡ്സ് എന്ന് പറഞ്ഞാൽ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, റാൻഡം ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതായത് വ്യത്യസ്ത സ്ഥലത്താണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓരോ സോളിഡ്സിന്റെ കോൺസ്റ്റിറ്റ്യുവൻസും ഈ പാർട്ടിക്കിൾസ് ഡിഫറെന്റ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്, കാണുന്നില്ലേ? അപ്പൊ ഇതില് ഐസോട്രോപ്പി എന്ന് പറഞ്ഞ ഒരു ടേം ഇവിടെ വരുന്നത് എങ്ങനെയാണ്? ഇത് പല കുട്ടികൾക്കും
ഡൗട്ട് ഉള്ള ഒരു ഏരിയ ആണ്. അതാണ് വളരെ കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത്. ഈ ഐസോട്രോപ്പി എന്ന് പറയുന്ന ഒരു സംഭവം ഇതിൽ എങ്ങനെയാണ് കിട്ടുന്നത്? കാരണം ഇതൊക്കെ ആറ്റംസ് ഒക്കെ ഡിഫറെന്റ് ആയിട്ടല്ലേ മിസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ എങ്ങനെ ഈ ഐസോട്രോപ്പി എന്ന് പറയുന്നത്? അപ്പൊ അതാണ് എല്ലാവർക്കും തിരിഞ്ഞു പോകുന്നത്. ക്രിസ്റ്റലൈനെ പിടിച്ചിട്ട് ഐസോട്രോപ്പി എന്ന് എഴുതും, അമോർഫസിനെ പിടിച്ച് എന്ത് എഴുതും, അതിന്റെ താഴെ കോളത്തിൽ പോയിട്ട് അനൈസോട്രോപ്പി എന്നും എഴുതും. പക്ഷെ അത് അങ്ങനെയല്ല. അനൈസോട്രോപ്പി എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണ്. ഞാൻ ഇപ്പൊ കാണിച്ചു തന്നു. ഈ വരകളൊക്കെ ജസ്റ്റ് വരച്ചു നോക്കുമ്പോൾ എന്താണ്, ഡിഫറെന്റ് ആയിട്ടുള്ള സ്ഥലത്ത് കൂടെയാണ് പോകുന്നത് അല്ലെ. ഇവിടെ ഒരു സ്പേസ്ലെസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്, ആറ്റംസേ ഇല്ല, സ്പേസ്ലെസ് അല്ല, അതായത് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ലെസ് ആയിട്ടുള്ള ഒരു സ്ഥലത്തിലൂടെയാണ് പോണത് ഇല്ലേ. ഇനി ഇവിടെ ഐസോട്രോപ്പിയിലാണെങ്കിലോ, ഐസോട്രോപ്പിയിലെ ഇതിന്റെ എക്സ്പ്ലനേഷൻ എങ്ങനെ കൊടുക്കുന്നത് വെച്ചാൽ ശ്രദ്ധിച്ചു കേൾക്കുക. അപ്പം ഇതിൽ നമ്മൾ എങ്ങനെ വരച്ചു പോയി കഴിഞ്ഞാലും ഇത് റാൻഡം അറേഞ്ച്മെന്റ് ആയതുകൊണ്ട് റാൻഡം ആണ്. ഇതിൽ അവസാനം വരുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അതായത് ഏത് രീതിയിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാലും, ഇങ്ങനെ പോയാലും, അതേപോലെ തന്നെ ഇങ്ങോട്ടേക്ക് പോയാലും, ഇനി ഇങ്ങോട്ടേക്ക് വരച്ചു കഴിഞ്ഞാലും ഔട്ട്പുട്ട് ഏത് വശത്തേക്കും നമ്മൾ ഇതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും ഔട്ട്പുട്ട് സെയിം ആണ്. അതുകൊണ്ടാണ്, അതായത് ഏതായിക്കോട്ടെ, വെലോസിറ്റി ആയിക്കോട്ടെ, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഏതും ആയിക്കോട്ടെ, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആർ സെയിം ഇൻ ഓൾ ഡയറക്ഷൻ ഇൻ അമോർഫസ് സോളിഡ്സ്, and physical properties are different in different directions in crystalline solids. Hence, they are called isotropy and anisotropy. അപ്പൊ anisotropy in crystalline solids and isotropy in amorphous solids. ഓക്കെ അല്ലേ? അപ്പൊ ഇനി ഈ ഒരു പോയിന്റ് ആരും മറക്കരുത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. എൻട്രൻസ് ഓറിയന്റഡ് വരെ ഇതിനൊരു ക്വസ്റ്റ്യൻ പാറ്റേൺ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കാരണം ഐസോട്രോപ്പി അനൈസോട്രോപ്പി എന്ന് പറയുന്നത് ഇത് തിരിഞ്ഞു പോകുന്ന ഒരു കൺസെപ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ഇതൊരു തിരിഞ്ഞു പോകുന്ന കൺസെപ്റ്റ് ആയതുകൊണ്ട് ആണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലനേഷൻ കൊടുത്തത്. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക, ഈ ഒരു ടോപ്പിക് നന്നായിട്ട് മനസ്സിലാക്കുക, ഐസോട്രോപ്പിയും അനൈസോട്രോപ്പിയും. ഓക്കെ അല്ലേ? നമുക്ക് സ്ലൈഡിലോട്ട് തിരിച്ചു വരാം. അമോർഫസ് സോളിഡ്സ് ആർ ഐസോട്രോപിക് ഇൻ നേച്ചർ. ഞാൻ പറഞ്ഞു, മെക്കാനിക്കൽ സ്ട്രെങ്ത്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എല്ലാം എന്താണ്, സെയിം ഇൻ ഓൾ ഡയറക്ഷൻ. ദാറ്റ് ഈസ് ഐസോട്രോപ്പി ആണ് ഇല്ലേ. എങ്ങനെ വരച്ചാലും തട്ടി തട്ടി പോകുമ്പോൾ അത് അവസാനം വരുന്ന ഔട്ട്പുട്ട് സെയിം ആയിരിക്കും. അതാണ് പറഞ്ഞത്. ലോങ് റേഞ്ച് ഓർഡർ ആണോ? തൊട്ട് മുന്നേ സ്ലൈഡിൽ നമ്മൾ പഠിച്ചു, അമോർഫസ് സോളിഡ്സിന് ലോങ് റേഞ്ച് ഓർഡർ ആണോ അതോ ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ കേസിലാണോ പഠിച്ചത്? ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ കേസിലാണ് ലോങ് റേഞ്ച് ഓർഡർ. അപ്പൊ അമോർഫസിന് എന്താ? നേരെ ഓപ്പോസിറ്റ്. ദർ ഇസ് നോ ലോങ് റേഞ്ച് ഓർഡർ ഇൻ ദം ആൻഡ് അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾ ഇസ് നോട്ട് ഡെഫിനിറ്റ് അലോങ് ഓൾ ഡയറക്ഷൻസ്. അപ്പൊ എല്ലാം കണക്ട് ചെയ്ത് പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക. അപ്പൊ അമോർഫസ് സോളിഡ്സ് എന്ന് പറഞ്ഞാൽ ഐസോട്രോപിക് ഇൻ നേച്ചർ ആണ്, ക്രിസ്റ്റലൈൻ എന്ന് പറഞ്ഞാൽ അനൈസോട്രോപിക് ആണ്. ക്രിസ്റ്റലൈൻ്റെ ഈ പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേ. ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ അനൈസോട്രോപിക്. Anisotropy എന്ന് പറഞ്ഞാൽ physical properties like electrical resistance, refractive index show different values in different directions. അപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അനൈസോട്രോപ്പിയും ഐസോട്രോപ്പിയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തത് ജസ്റ്റ് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് പോകാം. ഈ ക്രിസ്റ്റലൈൻ സോളിഡ്സും അമോർഫസ് സോളിഡ്സും കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. ഇതില് ഒരു എക്സാമ്പിളും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോർഷൻ കഴിയും. പിന്നെ നമുക്ക് ആ ടേബിൾ ഒന്ന് ഡിസ്കസ് ചെയ്താൽ മതി. ഗ്ലാസ്, റബ്ബർ, മിനി പ്ലാസ്റ്റിക്സ് ഡു നോട്ട് ഫോം ക്രിസ്റ്റൽസ്. ഈ ഗ്ലാസ് എന്ന് പറയുമ്പോൾ ഓ ക്രിസ്റ്റൽ ആണല്ലേ, അങ്ങനെയൊക്കെ വിചാരിച്ചു പോകാറുണ്ട്. ചിലപ്പം എക്സാമ്പിൾ തന്നിട്ട് നമ്മളോട് അത് ഐഡന്റിഫൈ ചെയ്തിട്ട് ഓഡ് വൺ ഔട്ട് ഒക്കെ പറയും. അപ്പൊ ഈ ഗ്ലാസിനെ പിടിച്ചിട്ട് എവിടെ ഇടും? ക്രിസ്റ്റലൈനിൽ ഇടാറുണ്ടോ? ചിലപ്പം ഇടാൻ സാധ്യതയുണ്ട്. ഞാനായാലും ചിലപ്പം ഇത് അറിയാത്തവര്, പെട്ടെന്ന് ഇതൊരു ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിന്റെ കൺസെപ്റ്റ് അറിയാത്തവര് ചിലപ്പം ഇടാറുണ്ട്, ഇട്ടു പോകും, സ്വാഭാവികം. അപ്പൊ എന്ത് ചെയ്യാ? ഗ്ലാസ്, റബ്ബർ ആൻഡ് മെനി പ്ലാസ്റ്റിക്സ് ഡു നോട്ട് ഫോം ക്രിസ്റ്റൽസ് വെൻ ദിയർ ലിക്വിഡ് സോൾഡിഫൈ ഓൺ കൂളിംഗ്. അതായത് നമ്മൾ ആ ഗ്ലാസിന്റെ മേക്കിങ്ങിന്റെ സമയത്ത് ലിക്വിഡ് ഫോമിലുള്ള സിലിക്കനെ സോൾഡിഫൈ ചെയ്യുമ്പോൾ, കൂൾ ചെയ്യുമ്പം അത് ഉറക്കും അല്ലെ.
അതെന്ത് ചെയ്യും? സോളിഡ് ഫോമിൽ ആയിട്ട് വരും. അതിനെയാണ് പറയുന്നത് അമോർഫസ് സോളിഡ്സ് എന്ന് പറയുന്നത്. അമോർഫസ് സോളിഡ്സിന് എക്സാമ്പിൾ ആണ് ഗ്ലാസ്. ഈ ഗ്ലാസും ക്വാർട്സ് ഒക്കെ എന്താണ്? കെമിക്കലി സെയിം ആണ്. അതൊന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഈ ക്വാർട്സും ഗ്ലാസ് ഒക്കെ കെമിക്കലി സെയിം ആണ് സംഭവം. പക്ഷെ എന്താണ് അതിന്റെ ഡിഫറൻസ്? അറേഞ്ച്മെന്റ് ആണ് ഡിഫറൻസ്. ഒന്ന് എന്താണ്? ക്വാർട്സ് എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റലൈൻ അറേഞ്ച്മെന്റ്. ഇവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്, ഇപ്പൊ നിങ്ങൾ പഠിച്ചതുകൊണ്ട്. ക്രിസ്റ്റലൈൻ എന്ന് പറഞ്ഞാൽ വെൽ ഓർഡേർഡ്, വെൽ പെർഫെക്റ്റ് അറേഞ്ച്മെന്റ്. കണ്ടില്ലേ എന്തൊരു പെർഫെക്റ്റ് ആയിട്ടാണ്? ലോങ് റേഞ്ച് ഓർഡർ ഉണ്ട് ഇതിന്, ഇല്ലേ? കുറെ ദൂരത്തേക്ക് ഈ ഒരു വൃത്തിക്ക് അറേഞ്ച് ചെയ്ത് പോയിട്ടുണ്ടാവും. എന്നാൽ അമോർഫസ് ആണെങ്കിൽ അങ്ങനെയാണോ? അമോർഫസ് ആണെങ്കിൽ അങ്ങനെയല്ല. എന്തൊക്കെയോ രീതിയിലാണ് അല്ലെ? ഒന്നിവിടെ ഇങ്ങനെയാണെങ്കിൽ ഒന്നിവിടെ ഇങ്ങനെ, ആ രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ട്. എന്നാൽ ക്വാർട്സും ഗ്ലാസും മാറിപ്പോകരുത്. ക്വാർട്സ് എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റലൈൻ, അത് ഓർത്ത് വെക്കുക. CQ അങ്ങനെ ഓർത്ത് വെക്കുക. കോഡ് വെച്ച് പഠിക്കുക. കുറച്ചൊക്കെ ന്യൂമോണിക്സ് വെച്ച് പഠിക്കുക എന്നാണ് അതിനെ പറയാ. കോഡ് യൂസ് ചെയ്ത് നമ്മൾ പഠിക്കുന്നത് സ്പെസിഫിക് ആയിട്ട് പഠിക്കുക. കോഡ് യൂസ് ചെയ്തിട്ട് അതേപോലെ കൃത്യമായി പഠിച്ചു വെക്കുക. പിന്നീട് എന്നല്ല, ഉറക്കത്ത് കടന്ന് ചോദിച്ചാലും, ഉറക്കത്ത് വിളിച്ചെണീച്ച് ചോദിച്ചാലും നമുക്ക് ആ പഠിച്ച കാര്യങ്ങൾ ഓർക്കാൻ പറ്റണം. അങ്ങനെയാണ് പറയാറ് ഒരു പെർഫെക്റ്റ് സ്റ്റഡി. ഒരു പെർഫെക്റ്റ് സ്റ്റഡി നിങ്ങൾക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് കോഡ് യൂസ് ചെയ്യുന്നത് നന്നാവും. ഓക്കെ അല്ലേ? അപ്പൊ ക്രിസ്റ്റലൈൻ CQ ക്രിസ്റ്റലൈൻ Q ക്രിസ്റ്റലൈൻ. അപ്പൊ ക്വാർട്സ് C4 ക്വാർട്സ് അങ്ങനെ പഠിച്ചു വെക്കുക. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. ഇതിന്റെ കേസിൽ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? ഗ്ലാസ്, റബ്ബർ, പ്ലാസ്റ്റിക്സ് ഒക്കെ എന്താണ്? അമോർഫസ് സോളിഡ്സ് ആണെന്ന് പഠിച്ചു അല്ലെ? അമോർഫസ് സോളിഡ്സ്. ഇനി അമോർഫസിന് എന്താണ്? ഷോർട്ട് റേഞ്ച് ഓർഡർ ആണ് അല്ലെ? അറേഞ്ച്മെന്റ് ഒന്നും ഇല്ല, അതിന്റെ ഷോർട്ട് റേഞ്ച് ഓർഡർ ആണെന്ന് പറയും. പീരിയോഡിക്കലി അറേഞ്ച്മെന്റ് ഉണ്ടാവോ? ഇല്ല. പീരിയോഡിക്കൽ ആയിട്ടുള്ള അറേഞ്ച്മെന്റ് വെരി ഷോർട്ട് ഡിസ്റ്റൻസ് ഓൺലി. പീരിയോഡിക്കലി റിപ്പീറ്റിംഗ് പാറ്റേൺ ഇസ് ഒബ്സർവ്ഡ് ഓവർ എ ഷോർട്ട് ഡിസ്റ്റൻസ് ഓൺലി. അതുകൊണ്ടാണ് ഷോർട്ട് റേഞ്ച് ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇതൊക്കെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, ഞാൻ തൊട്ട് മുന്നേ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളാണ്. ക്വാർട്സ് ക്രിസ്റ്റലൈൻ, ക്വാർട്സ് ഗ്ലാസ് ആർ വൈൽ the two structures are almost identical. രണ്ടും ഐഡന്റിക്കൽ സ്ട്രക്ചേഴ്സ് ആണ്. പക്ഷെ എന്താണ് ഡിഫറൻസ്? ഒന്ന് ക്രിസ്റ്റലൈനും ഒന്ന് അമോർഫസും. അപ്പൊ നമുക്ക് കൃത്യമായി പഠിച്ചു വെച്ച് പറയാൻ പറ്റണം. അതിന് ഒന്ന് ഗ്ലാസ് ആണെങ്കിൽ അമോർഫസ് ആണ്, ഗ്ലാസ് ആണെങ്കിൽ അമോർഫസ് ആണ്, ക്വാർട്സ് ആണെങ്കിൽ ക്രിസ്റ്റലൈൻ ആണ്. ഓക്കെ അല്ലേ? ഇനി സ്ട്രക്ചർ ഓഫ് അമോർഫസ് സോളിഡ്സ് ഇസ് സിമിലർ ടു ദാറ്റ് ഓഫ് സോളിഡ്സ് ഡ്യൂ ടു ദി അറേഞ്ച്മെന്റ്. അത് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് കുറച്ച് സിമിലർ ടു ലിക്വിഡ്സ് ആണ്. അതുകൊണ്ടാണ് അതിനൊരു പേര് പറയുന്നത്. എന്താണ് ആ പേര്? ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് അതിന്റെ പേര്? സ്യൂഡോ സോളിഡ്സ് ഓർ സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ് എന്ന് പറയാൻ പറ്റും. സ്യൂഡോ സോളിഡ്സ് ഓർ സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് ഇവിടെ ഇതാണ് കൃത്യമായിട്ട് നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഈ ഒരു ടേബിള്. അപ്പൊ നോക്കാം. ഷേപ്പ്, അതായത് കുറച്ചു പേർക്ക് ഇങ്ങനെ ടേബിൾ മാത്രം പഠിച്ചു പോകേണ്ട ആവശ്യകത ഉണ്ടാവും. കുറച്ചു പേർക്ക് ഇത് ഡീപ്പായിട്ട് എന്താണ് കൺസെപ്റ്റ് എന്ന് അറിയേണ്ടി വരും. കുറച്ചു പേർക്ക് എന്താണ് കുറച്ച് എങ്ങനെയെങ്കിലും പഠിച്ചു പാസ്സായാൽ മതി. പക്ഷെ അങ്ങനെയൊന്നല്ല. നമ്മൾ പഠിക്കുമ്പം വൃത്തിക്ക് പഠിച്ചു പോയി കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ള കാര്യം ആലോചിക്കാം. അപ്പൊ മനസ്സിലാക്കി പഠിക്കുക. അപ്പം ഏത് തരം പഠിക്കുന്നവർക്കും ഈ സ്ലൈഡ് ഉപയോഗിക്കാം. ഇതിന്റെ കുറച്ച് കൂടുതൽ പഠിക്കണം എന്നുള്ളവർക്ക് ഇതിന്റെ വേർഡ്സ് കണ്ടന്റ് ഞാൻ മുകളിലത്തെ സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഈ ഒരു തരത്തിലാണ് പഠിക്കണമെങ്കിൽ, പോയിന്റ് ആയിട്ടാണെങ്കിൽ അതും കൊടുത്തിട്ടുണ്ട്. ഇത് കറക്റ്റ് +2 ടെക്സ്റ്റിലുള്ള അതേ ഇതാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഷേപ്പ് ഡെഫിനിറ്റ് ക്യാരക്ടറിസ്റ്റിക് ജിയോമെട്രിക്കൽ ഷേപ്പ് ആണ് ഫോർ ക്രിസ്റ്റലൈൻ സോളിഡ്സ്. ഇനി അമോർഫസ് സോളിഡ്സ് ആണെങ്കിലോ, ദാറ്റ് ഈസ് ഇറഗുലർ ഷേപ്പ് ആണ് അല്ലെ? ഇറഗുലർ ഷേപ്പ്, അതിന് പ്രത്യേകിച്ച് ഷേപ്പ് ഇല്ല. ഇതൊക്കെ ഓൾറെഡി അറിയുന്ന പോലെ തന്നെ. ഇനി മെൽറ്റിംഗ് പോയിന്റ് എന്താണ്? മെൽറ്റ് അറ്റ് ഷാർപ്പ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക് ടെമ്പറേച്ചർ. നല്ല ഷാർപ്പ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ടെമ്പറേച്ചറിൽ, അതായത് കുറച്ച് മെൽറ്റിംഗ് പോയിന്റ് കൂടും എന്നാണ് ഇതിന്റെ മീനിങ്. ഇനി ഇതിനോ, ഗ്രാജുവലി സോഫ്റ്റൻ ഓവർ എ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. കുറച്ച് ഇത് കൊടുക്കുമ്പോൾ തന്നെ, ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ തന്നെ ഇത് മെൽറ്റ് ചെയ്ത് വരുന്നുണ്ടാകും, പെട്ടെന്ന് മെൽറ്റ് ആയി പോകും എന്നാണ് ഇതിന്റെ മീനിങ്. ഇനി എന്താ ക്ലീവേജ് പ്രോപ്പർട്ടി? നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, കട്ട് വിത്ത് എ ഷാർപ്പ് എഡ്ജ്ഡ് ടൂൾ, കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സർഫസ് എന്തായിരിക്കണം? പ്ലെയിൻ ആൻഡ് സ്മൂത്ത് ആയിട്ട് ഉണ്ടാവും. ഇനി അമോർഫസ് സോളിഡ്സ് ആണെങ്കിലോ,
they cut into two pieces with irregular surface. അതിന്റെ സർഫസ് ഒക്കെ ഇറഗുലർ ആയിരിക്കും. അത് ഓൾറെഡി നിങ്ങൾക്ക് അറിയണ്ടാവൂലേ. കാരണം ഇറഗുലർ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മീനിങ്? ഇറഗുലർ കൺസെപ്റ്റ് എന്താണ്? ഇറഗുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓർഡേർഡ് അല്ലാത്തൊരു സാധനത്തിന് മുറിച്ച് കഴിഞ്ഞാൽ ഇറഗുലർ ആയിട്ടല്ലേ ഉണ്ടാവുക, അല്ലേ? ഓക്കെ. ഇനി ഹീറ്റ് ഓഫ് ഫ്യൂഷൻ, എൻതാൽപി. ഡെഫിനിറ്റ് എൻതാൽപി ഉള്ളത് ഏതിനാണ്? ക്രിസ്റ്റലൈൻ സോളിഡ്സിനാണ്. ഇനി അമോർഫസിനാണെങ്കിലോ അതിന്റെ എൻതാൽപി ഓഫ് ഫ്യൂഷൻ, എൻതാൽപി, ഹീറ്റ്, ദേ ഡു നോട്ട് ഹാവ് ഡെഫിനിറ്റ് എൻതാൽപി ഓഫ് ഫ്യൂഷൻ. കാരണം അതിന്റെ ഓർഡേർഡ് അറേഞ്ച്മെന്റ് അതിന് ഇല്ല. ഇനി അനൈസോട്രോപ്പി. ഐസോട്രോപ്പി ആൻഡ് അനൈസോട്രോപ്പി എന്താണ്? ഐസോട്രോപ്പിക് ആണോ ക്രിസ്റ്റലൈൻ? ക്രിസ്റ്റലൈൻ എന്താണ് പറയാം? അനൈസോട്രോപ്പിക് ഇൻ നേച്ചർ ആണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഐസോട്രോപ്പിക് ഇൻ നേച്ചർ ആണെന്ന് പഠിച്ചു കഴിഞ്ഞു. അതിന്റെ റീസൺ വിത്ത് റീസൺ പറഞ്ഞിട്ടുണ്ട്, അല്ലെ? വിത്ത് റീസൺ പറഞ്ഞിട്ടുണ്ട്, മറന്നു പോകരുത്, കൃത്യമായി പഠിച്ചു വെക്കുക. നേച്ചർ എന്ന് പറയുമ്പോൾ ട്രൂ സോളിഡ്സ്. ട്രൂ സോളിഡ്സ് ആരാണ്? ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണ് ട്രൂ സോളിഡ്സ്. മറ്റേത് എങ്ങനെയാണ്? ജസ്റ്റ് ബിഹേവ് ലൈക്ക് ലിക്വിഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെ? സ്യൂഡോ സോളിഡ്സ് ഓർ സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ് എന്ന് പറയാറുണ്ട്. ഇനി ഓർഡർ ഇൻ ദി അറേഞ്ച്മെന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ്. ഓൾറെഡി അറിയാം, ക്രിസ്റ്റലൈൻ എന്ന് പറയുമ്പോൾ ഒരുപാട് ദൂരത്തേക്ക് നല്ല വൃത്തിക്ക് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ലോങ് റേഞ്ച് ഓർഡർ. ഇനി അമോർഫസ് ആണെങ്കിലോ ഷോർട്ട് റേഞ്ച് ഓർഡർ. അപ്പൊ ഇത്രയാണ് പഠിക്കാനുള്ളത് ക്രിസ്റ്റലൈൻ സോളിഡ്സും അമോർഫസ് സോളിഡ്സും. എക്സാമ്പിൾസ് നോക്കണം. ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു എക്സാമ്പിൾ ഏതാണ് പറയാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കുക. CQ ദാറ്റ് ഇസ് ക്വാർട്സ്. ക്രിസ്റ്റലൈൻ സോളിഡ്സ് ക്വാർട്സ്. ഇനി അമോർഫസ് ആണെങ്കിൽ ഗ്ലാസ് ആണ് അല്ലെ? ഗ്ലാസ് ആണ്. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഇതിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്കറിയാം ഈ സോളിഡ്സിനൊരു ആറ്റംസ് ഒക്കെ സ്ട്രോങ് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട് സോളിഡ്സിന്, ഇല്ലേ? സ്ട്രോങ് intermolecular force of attraction ഉണ്ട്. Solids have strong intermolecular force of attraction. So, on the basis of crystalline solids are classified into 4 categories: molecular, ionic, metallic and covalent solids. അപ്പം ഇത്രയും പഠിച്ചതില് നമ്മളിപ്പം ജസ്റ്റ് ഫസ്റ്റ് ഡിസ്കസ് ചെയ്തത് എന്താണ്? ക്രിസ്റ്റലൈൻ സോളിഡ്സും അതേപോലെ തന്നെ അമോർഫസ് സോളിഡ്സിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്തത്. ഇനി പഠിക്കാൻ പോകുന്നത് crystalline solids are classified into 4 categories. Amorphous അല്ല കേട്ടോ, ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ എടുത്തിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതില് ഇങ്ങനെ പാർട്ടിക്കിൾസ് ഒക്കെ വെൽ ഓർഡേർഡ് അറേഞ്ച്മെന്റ് ആണെന്ന് പറഞ്ഞു. അതിനുള്ള റീസൺ എന്താണ്? there is a strong intermolecular force of attraction. അതായത് ഇതിന് പിന്നെ നമ്മൾ അടുത്തിരിക്കുന്നവർക്കല്ലേ നമുക്ക് അട്രാക്ഷൻ ഉണ്ടാവുക, അല്ലെ? ഇവരെ നല്ല വൃത്തിക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് നിൽക്കണമെങ്കിൽ ഒരു ഫോഴ്സ് വേണം. ഇൻ ബിറ്റ്വീൻ ദിസ് ദർ ഇസ് എ ഫോഴ്സ് ഇൻ ബിറ്റ്വീൻ ദിസ്, ഇല്ലേ? അപ്പൊ അത് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഇങ്ങനെ ഒരു നല്ലൊരു ഫോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ അതിന് എക്സിസ്റ്റ് ചെയ്യാൻ കഴിയൂ. ആ ഫോഴ്സ് ഏതൊക്കെ ടൈപ്പ് ഫോഴ്സ് ആണ്? മോളിക്കുലാർ ഫോഴ്സ് ഉണ്ടാവും, അയണിക് ഫോഴ്സ് ഉണ്ടാവും, മെറ്റാലിക് ഫോഴ്സ് ഉണ്ടാവും, കോവലന്റ് ഫോഴ്സ്, വീക്ക് വോണ്ടർബോൾസ് ഫോഴ്സ്, അങ്ങനെ ഒരുപാട് ഫോഴ്സസ് ഉണ്ട്. അപ്പൊ ആ ഒരു ഓൺ ദി ബേസിസ് ഓഫ് ദിസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ഇവിടെ ഒരു പോയിന്റ് ആഡ് ചെയ്യാൻ വേണമെങ്കിൽ ഓൺ ദി ബേസിസ് ഓഫ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, അങ്ങനെ ഇവിടെ ഒരു പോയിന്റ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ദാറ്റ് ഈസ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് ഇസ് ഡിവൈഡഡ് ഇൻടു 4 category. First one, non-polar molecular solids. Second one, polar molecular solids. Third one, hydrogen bonded molecular solids ഇന്നുള്ള ഡിവിഷൻ ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ മോളിക്കുലാർ സോളിഡ്സ് എന്ന് പറയുമ്പോൾ മോളിക്കുലാർ സോളിഡ്സ് മോളിക്യൂൾസ് തമ്മിലുള്ള ഇന്റർമോളിക്കുലർ ഫോഴ്സ് ആണ്. അത് ഏതൊക്കെ ടൈപ്പ് ഉണ്ട്? ഏതൊക്കെ ടൈപ്പ് ആണ്? ദാറ്റ് ഈസ് ഡിവൈഡഡ് ഇൻടു 3. മോളിക്യൂൾ തമ്മിലുള്ള ഫോഴ്സ്, അതിലുള്ള ഫോഴ്സിന്റെ ഇതില് ദാറ്റ് ഈസ് ഡിവൈഡഡ് ഇൻടു 3. ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം, നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സ്. ഇവിടെയും കുട്ടികൾക്ക് കുറച്ച് ഡൗട്ട് വരുന്ന ഏരിയ ആണ്. ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഈ നോൺ പോളാർ എന്ന് പറഞ്ഞാൽ എന്താ മിസ്സേ? അല്ലെങ്കിൽ പൊളാരിറ്റി, ഡൈപോൾ മൊമെന്റ്, അതൊക്കെ എന്താ സംഭവം? അതൊക്കെ എന്താണെന്ന് വെച്ചാൽ നോക്കാം. ഇതില് നോൺ പോളാർ മോളിക്കുലർ സോളിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പൊളാരിറ്റി ചേഞ്ച് ഉണ്ടാവില്ല. അതായത് H2 എന്ന് പറഞ്ഞാൽ 2 ഹൈഡ്രജൻ ആണ്, അല്ലെ?
2 ഹൈഡ്രജൻ ആണ്, 2 ഹൈഡ്രജൻ. നോക്കാം. 2 ഹൈഡ്രജൻ, 2 ഹൈഡ്രജൻ അല്ലെങ്കിൽ 2 ക്ലോറിൻ. എങ്ങനെയുണ്ട്? അപ്പൊ ഇവര് തമ്മിൽ എന്താ സ്ലൈറ്റ്ലി പോസിറ്റീവ് ചാർജ് അല്ലേ? പോസിറ്റീവ് ചാർജ് ഇവിടെ വരും, ഡെൽറ്റ പോസിറ്റീവ്. ഇവിടെ ഡെൽറ്റ നെഗറ്റീവ് എന്ന് കൊടുക്കാൻ പറ്റും. പിന്നെ വർക്ക് ചെയ്യുന്നില്ലല്ലോ. സ്ലൈറ്റ്ലി പോസിറ്റീവ് ചാർജ്. അതേപോലെ ഈ ക്ലോറിൻ ആണെങ്കിലും ഇതിനൊരു നെഗറ്റീവ് ചാർജ് ആണല്ലേ ഉണ്ടാവുക. ക്ലോറിന് എന്താണ് ഉണ്ടാവുക? ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് ഇവിടെ ഉണ്ടാകും. ഇവിടെ നെഗറ്റീവ് ചാർജ്, അതേപോലെ ഇവിടെയും ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ടാകും ഇല്ലേ? അപ്പം ഇവിടെ നോക്കുക, ഇവിടെ ചാർജ് സെപ്പറേഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇല്ല, രണ്ടും സെയിം ആണ് അല്ലെ? രണ്ടും ഒരു പോസിറ്റീവ് ചാർജ്, ഒരു പോസിറ്റീവ് ചാർജ് ആണ്. ഇതൊരു പോസിറ്റീവ്, ഇതേപോലെ ഇതും പോസിറ്റീവ് ആണ്. അപ്പൊ അവിടെ ഒരു ചാർജ് സെപ്പറേഷൻ ഇല്ല. അപ്പൊ അങ്ങനെയുള്ളതിനെയാണ് പറയാ നോൺ പോളാർ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ഞാൻ നോൺ പോളാർ എന്താണെന്നാണ് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. ഇനി പോളാർ എന്ന് പറഞ്ഞാൽ എന്താണ്? പൊളാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? സപ്പോസ് ഇവിടെ നോക്കുക, പൊളാരിറ്റി HCl എടുത്തു നോക്കുക. ഇവിടെ HCl. അപ്പൊ ഇവിടെ ജസ്റ്റ് ഒരു പോസിറ്റീവ് ചാർജ് ആയിരിക്കും ഈ ഹൈഡ്രജന് വരിക. ക്ലോറിൻ ആണെങ്കിൽ നമുക്കറിയാം നെഗറ്റീവ് ചാർജ് ആയിരിക്കും. അപ്പൊ ഇവിടെ എന്താ ഓപ്പോസിറ്റ് ചാർജ് ആണല്ലോ. അപ്പൊ ഇവിടെ എന്താണ്? ചാർജ് സെപ്പറേഷൻ ഉണ്ട്. അതിനെയാണ് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത്. ആ ചാർജ് സെപ്പറേഷൻ ഉള്ള മോളിക്യൂളിനാണ് എന്തുണ്ടാവുക? ഡൈപോൾ. ദേ ആർ കോൾഡ് ഡൈപോൾ ഇന്ററാക്ഷൻ എന്ന് പറയും. വേറൊരു വേർഡും കൂടി നമ്മൾ പഠിച്ചു. ഈ പോളാർ മോളിക്യൂള് ഡൈപോൾ, ദേ പോസസ് ഡൈപോൾ മൊമെന്റ് ബിക്കോസ് ദേ ആർ ഡൈപോൾ ഇന്ററാക്ഷൻ. ആ ഒരു വേർഡും കൂടി നമ്മൾ ഇവിടെ പഠിച്ചു അല്ലെ. അപ്പൊ മോളിക്കുലാർ സോളിഡ്സ് ആണ് ന്റെ ഓരോ ഭാഗങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഫസ്റ്റ് പാർട്ടാണ് നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സ് എന്ന് പറയും. ദേ കംപ്രൈസ് ഐദർ ആറ്റംസ്, ഫോർ എക്സാമ്പിൾ ആർഗൺ, ഹീലിയം or other molecules formed by non-polar covalent bonds. ഫോർ എക്സാമ്പിൾ ഹൈഡ്രജൻ H2Cl2, അതായത് നോൺ പോളാർ ആണ് അല്ലെ. അപ്പൊ ഈ ഒരു നോൺ പോളാർ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേറെ മീനിങ്ങും കൂടി ഉണ്ട്, വേറെ പേരുകളുണ്ട്. ദാറ്റ് ഈസ് വീക്ക് ഫോഴ്സ് ആണ്. ദേ ആർ കോൾഡ് വീക്ക് ഫോഴ്സ്. They are called weak force, that are called London forces or weak dispersion forces എന്ന് പറയും. Weak dispersion forces or London forces എന്ന് പറയും. They have low melting point and are usually in liquid or gaseous state at room temperature and pressure. ഒന്നുകിൽ ലിക്വിഡ് സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഗേഷ്യസ് സ്റ്റേറ്റിലായിരിക്കും ഇവരുണ്ടാവുക. അപ്പൊ ഫസ്റ്റ് പാർട്ട് അതാണ് മോളിക്കുലാർ സോളിഡ്സിൽ നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സ് എന്ന് പറയും. ഇനി അടുത്ത പാർട്ട് ഏതാണ്? പോളാർ മോളിക്യൂൾസ് അല്ലേ. പോളാർ മോളിക്യൂൾസ് ആർ ഡൈപോൾ ഇന്ററാക്ഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്ത പോയിന്റ് എന്താണ്? പോളാർ മോളിക്യൂൾസ് ആർ ഡൈപോൾ ഇന്ററാക്ഷൻ ഹെൽഡ് ടുഗെദർ ബൈ സ്ട്രോങ് dipole interaction. That is strong polar covalent bonds. That is formed by polar covalent bonds. Okay അല്ലേ? അപ്പൊ ഇതിനൊരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. HCl-ഉം SO2-ഉം സൾഫർ ഡയോക്സൈഡ് ആണ്. ഇതിന്റെ മെൽറ്റിംഗ് പോയിന്റിന്റെ അവസ്ഥ എന്താ? മറ്റേതിന്റെ മെൽറ്റിംഗ് പോയിന്റ് നമ്മൾ പറഞ്ഞു കുറവാണെന്ന് പറഞ്ഞു. ഇനി ഇതിന്റെ മെൽറ്റിംഗ് പോയിന്റിന്റെ അവസ്ഥ എന്താ? മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പോളാർ മോളിക്യൂൾ എന്ന് പറയുമ്പോൾ അവിടെ ചാർജ് സെപ്പറേഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അത് ഡൈപോൾ ഇന്ററാക്ഷൻ ആണെന്ന് പറയാം. അപ്പൊ അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്തായിരിക്കും? കുറച്ച് കൂടുതലായിരിക്കും ദാൻ ദാറ്റ് ഓഫ്. അതിനെ നമുക്ക് മെൽറ്റ് ചെയ്യിപ്പിക്കണമെങ്കിൽ ഇവർ നല്ല ഫോഴ്സ്, ഹയർ ഫോഴ്സിലാണ്. അത് എങ്ങനെയാണ് നമുക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റിയതിന്? ഇവർക്ക് നല്ല ഫോഴ്സ് ഉണ്ടാവും, കാരണം ഇത് ഡൈപോൾ ആയിട്ട് നിൽക്കുകയാണ്. HCl ഇങ്ങനെ ഡൈപോൾ ആയിട്ട്, ഇത് സ്ലൈറ്റ്ലി പോസിറ്റീവ് ചാർജും സ്ലൈറ്റ്ലി നെഗറ്റീവ് ചാർജും ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഇവിടെ നല്ലൊരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇവർ തമ്മിലുണ്ട്, പോസിറ്റീവ് നെഗറ്റീവ് അല്ലേ. അപ്പം എന്ത് ചെയ്യുക? ഇതിനെ നമുക്ക് മെൽറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ കുറച്ചുകൂടെ ചൂട് കൊടുക്കേണ്ടി വരും, ഹീറ്റ് കൂടുതൽ കൊടുക്കേണ്ടി വരും. അപ്പൊ എന്ത് ചെയ്യും? ഇതിന് ഹയർ മെൽറ്റിംഗ് പോയിന്റ് ആണ്. അതാണ് രണ്ടാമത്തെ പോയിന്റ്. ഓക്കെ, ഇനി ഇതിനുള്ള എക്സാമ്പിൾസ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് ഗേഷ്യസ് സ്റ്റേറ്റിലോ ലിക്വിഡ് സ്റ്റേറ്റിലോ റൂം ടെമ്പറേച്ചറിൽ നിൽക്കാറുണ്ട്.
അതിൽ സോളിഡ് SO2, സോളിഡ് അമോണിയ ആർ സം എക്സാമ്പിൾസ് ഓഫ് സച്ച് സോളിഡ്സ്. സോളിഡ് ആയിട്ട് നിൽക്കുന്നതിനുള്ള എക്സാമ്പിൾ ആണ് സോളിഡ് സൾഫർ ഡയോക്സൈഡും അതേപോലെ സോളിഡ് അമോണിയും അതിനുള്ള എക്സാമ്പിൾ ആണ്. സോളിഡ് ആയിട്ട് നിൽക്കുന്ന പോളാർ മോളിക്യൂൾസിനുള്ള എക്സാമ്പിൾ. ഇനി ഏറ്റവും വീക്ക് ആയിട്ടുള്ള വേറൊരു ബോണ്ടാണ് ഈ മോളിക്കുലാർ സോളിഡ്സിലുള്ള വേറൊരു കാറ്റഗറിയാണ് ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്സ് എന്ന് പറയും. ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്സ് എന്ന് പറയുമ്പോൾ എന്താ നമുക്ക് നോക്കാം. Hydrogen bonded molecular solids. The molecules of such solids contain polar covalent bond between hydrogen, fluorine, oxygen, nitrogen atom. അതായത് ഒരു ഹൈഡ്രജൻ ആറ്റം. എന്താണ് ഈ ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഹൈഡ്രജൻ ബോണ്ടിൽ മോളിക്കുലാർ സോളിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഹൈഡ്രജൻ ബോണ്ട്? ഒരു ഹൈഡ്രജനും അല്ലെങ്കിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി ആയിട്ടുള്ള മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് ആറ്റവുമായിട്ട് ബോണ്ട് ചെയ്യുന്നതിനാണ് പറയാ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയാം. അപ്പൊ അങ്ങനെയുള്ള മോളിക്കുലാർ സോളിഡ്സിന് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്സ് എന്ന് പറയാൻ പറ്റും. അപ്പൊ മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം എന്താ? പീരിയോഡിക് ടേബിൾ പറയൂ. ഫ്ലൂറിൻ അല്ലേ? പിന്നെയും കുറച്ചുള്ളത് ആർക്കാ? ഓക്സിജൻ. പിന്നെയോ നൈട്രജൻ ഒക്കെ ഇല്ലേ? ഉണ്ട് അല്ലെ? നൈട്രജൻ ഒക്കെ ഉണ്ട്. അപ്പൊ ഫ്ലൂറിൻ, ഓക്സിജൻ, നൈട്രജൻ ആയിട്ട് ഈ ഹൈഡ്രജൻ ഇവരുമായിട്ട് ഒരു ബോണ്ട് അങ്ങ് ഫോം ചെയ്യണം. അങ്ങനെയുള്ള മോളിക്കുലാർ സോളിഡ്സിനെയാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്സ് എന്ന് പറയാൻ പറ്റും. അപ്പം ഈ ഐസിലെ സ്ട്രോങ് ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട് ഐസില്. വാട്ടർ H2O ആയിട്ട് ഐസ് ആയിട്ട് നിൽക്കുന്നത് എന്താണ്? സ്ട്രോങ് ഹൈഡ്രജൻ ബോണ്ട് ആണ്. പിന്നെ they are non-conductors of electricity അല്ലേ? They are hydrogen bonded molecular solids. They are non-conductor of electricity. They are volatile liquids or soft solid under room temperature and pressure. അതിന് കുറച്ച് പ്രോപ്പർട്ടീസ് ആണ്. അപ്പൊ മോളിക്കുലാർ സോളിഡ്സിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണോ ഇപ്പൊ തന്നെ? എന്താണ് അതിന്റെ ഐഡിയ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായില്ല. അത് എപ്പോഴത്തേക്കും ആവശ്യമുള്ളതാണ്. അത് എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറഞ്ഞാൽ അതായത് ഹൈഡ്രജനും മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റും തമ്മിലുള്ള ഒരു ബോണ്ട്. ആ ബോണ്ടിലുള്ള ഐറ്റംസിനെ നമുക്ക് പറയാം എന്ത് പറയാം? ഹൈഡ്രജൻ ബോണ്ട് ആൻഡ് മോളിക്കുലാർ സോളിഡ്സ് പറയാൻ പറ്റും. അപ്പൊ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാന് മോളിക്കുലാർ സോളിഡ്സ് ആണ് നമ്മൾ ഫസ്റ്റ് പഠിച്ചത്. അതിലുള്ള 3 കാറ്റഗറി പറഞ്ഞു. നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സ്, പോളാർ മോളിക്കുലാർ സോളിഡ്സ്, ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്സ്. നെക്സ്റ്റ് അടുത്ത കാറ്റഗറിയിലേക്ക് പോവുകയാണ്. എന്താണ് ആ കാറ്റഗറി? അയോണിക് സോളിഡ്സ് എന്ന് പറയും. അപ്പൊ അവിടെ അയോൺസ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് അല്ലെ? അയോൺസ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. 3 ഡയമെൻഷണൽ അറേഞ്ച്മെന്റ് ഓഫ്. അപ്പൊ അയോൺസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കാറ്റിയോണും ഉണ്ടാവും ആനിയോണും ഉണ്ടാവും. +1 പഠിച്ചതായിരിക്കും തോന്നി. കാറ്റിയോണും ആനിയോണും ഒക്കെ പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അല്ലെ? കാറ്റിയോൺസ്, ആനിയോൺസ്. അപ്പൊ ഈ വേർഡ് ഒക്കെ ഫെമിലിയർ ആയിരിക്കും. കാറ്റിയോൺ, ആനിയോൺ. പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺ ആർ കോൾഡ് കാറ്റിയോൺ ആൻഡ് നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺ ആർ കോൾഡ് ആനിയോൺ എന്ന് പറയാൻ പറ്റും. അപ്പൊ ഈ അയോണിക് സോളിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അറേഞ്ച്മെന്റ് എന്താണ്? അവരെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇസ് അയണിക് ബോണ്ട് ആയിരിക്കും. സ്ട്രോങ് കൂളൂംബിക് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അവർ തമ്മിലുള്ള ബോണ്ട് ഓഫ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അതാണ്. അവരുടെ പ്രോപ്പർട്ടീസ് നോക്കാം. ഹാർഡ് ആൻഡ് ബ്രിട്ടിൽ ഇൻ നേച്ചർ. ഹാർഡ് ആൻഡ് ബ്രിട്ടിൽ ഇൻ നേച്ചർ എന്ന് പറയാം. ദേ ഹാവ് ഹൈ മെൽറ്റിംഗ് പോയിന്റ്. ഹാർഡ് ആണ്. അപ്പൊ എന്താണ്? ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്. ബോയിലിംഗ് പോയിന്റും കൂടുതലാണ്. ഇനി എന്താണ് അതിന്റെ കണ്ടക്ടിവിറ്റി? ആയിരിക്കും പറയാൻ പറ്റുമോ? അത് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യൂ? ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യൂ? യെസ്. സിൻസ് the ions are not free to move about, they are electrical insulators in the solid state. പക്ഷെ അത് കണ്ടക്ട് ചെയ്യാറുണ്ട്. അത് എപ്പോഴാണ് കണ്ടക്ട് ചെയ്യുന്നത്? അതായത് ഇലക്ട്രിക്കൽ ഇൻസുലേറ്റേഴ്സ് ഇൻ സോളിഡ് സ്റ്റേറ്റ്. സോളിഡ് സ്റ്റേറ്റിൽ അത് എന്തായിരിക്കും? ഇൻസുലേറ്റേഴ്സ് ആയിരിക്കും. കാരണം സോളിഡ് സ്റ്റേറ്റ്സിൽ ഈ അയോൺസിന് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. അയോൺസ് ആർ നോട്ട് ഫ്രീ ടു മൂവ്. ഈ അയോൺസിന് അതിൽ ഇങ്ങനെ കട്ടൊക്കെ അവിടെ അമർത്തി പിടിച്ചിട്ടുണ്ടാവും, അതിനെങ്ങോട്ടും വിടാതെ അല്ലേ സോളിഡ് സ്റ്റേറ്റിൽ. എന്നാൽ അത് മോൾട്ടൺ സ്റ്റേറ്റ്. മോൾട്ടൺ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അത് ഡിസോൾവ്സ് ഇൻ വാട്ടർ. വെൻ ഇറ്റ് ഇസ് എന്തിലെങ്കിലും ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞ് മോൾട്ടൺ സ്റ്റേറ്റിലായി കഴിഞ്ഞാൽ അതിന്റെ ഇലക്ട്രോൺസിന് എന്ത് ചെയ്യും? അതിൽ കാറ്റിയോണിനും ആനിയോണിനും എന്ത് കിട്ടും?
ഫ്രീഡം ഓഫ് മൂവ്മെന്റ് കിട്ടും. ഫ്രീഡം ഓഫ് മൂവ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, അത് കണ്ടക്ട് ചെയ്യും ഇലക്ട്രിസിറ്റി. അപ്പൊ ഇത് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. മോൾട്ടൺ സ്റ്റേറ്റില് free to move, hence they conduct electricity. Ions are free to move, hence they conduct electricity. അപ്പൊ ഇത്രയും പോയിന്റ് ആണ് അയണിക് സോളിഡ്സിൽ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്, മറ്റൊന്നും പഠിക്കേണ്ടതില്ല. ഇനി അടുത്തത് മെറ്റാലിക് സോളിഡ്സ് ആണ് അല്ലെ. മെറ്റാലിക് സോളിഡ്സ് എന്ന് പറഞ്ഞ കാറ്റഗറിയാണ്. മെറ്റാലിക് സോളിഡ്സ് എന്ന് പറഞ്ഞ കാറ്റഗറി. Metals are orderly collection of positive ions surrounded by held together by a sea of free electrons. ഇപ്പൊ മെറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ്, ഒരു പോസിറ്റീവ് ഉണ്ടാവും, പിന്നെ ഒരുപാട് നെഗറ്റീവ്ലി ചാർജ്ഡ് sea of free electrons, അതായത് നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് എന്ന് പറയാം, ഫ്രീ ഇലക്ട്രോൺസ്. സോ ഈ ഇലക്ട്രോൺസ് മെറ്റാലിക് സോളിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ഇലക്ട്രിക്കൽ ആൻഡ് തെർമൽ കണ്ടക്ടിവിറ്റി ആണ്. നമുക്കറിയാം ഇവിടെ ഹൈ electrical and thermal conductivity of metals. When an electric field is applied, these electrons flow through the network of positive ions. Electron flow ഉണ്ടാവും മെറ്റാലിക് സോളിഡ്സിൽ. അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടാകും എന്നുള്ളതാണ്. മെറ്റാലിക് സോളിഡ്സിൽ ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇത് എന്ത് ചെയ്യും, ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയും തെർമൽ കണ്ടക്ടിവിറ്റിയും കാണിക്കും മെറ്റാലിക് സോളിഡ്സ്. അത് എങ്ങനെയാണ് അതിന്റെ അറേഞ്ച്മെന്റ്? collection of orderly collection arrangement of positive ions surrounded by sea of free electrons, surrounded by sea of free electrons. മനസ്സിലായില്ലേ? ഈ മൊബൈൽ എന്ന് പറഞ്ഞാൽ എന്താ, മൊബൈൽ ആണോ? ദീസ് ഇലക്ട്രോൺസ് ആർ മൊബൈൽ. മൊബൈൽ എന്ന് പറഞ്ഞാൽ മൊബിലിറ്റി എന്നുള്ള മീനിങ് ആണ്. മൊബിലിറ്റി മീൻസ് ടു മൂവ് ചെയ്യാൻ പറ്റണം. മൂവ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് എന്താണ്, മറ്റേ ഇലക്ട്രോൺസിന് മൂവ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ദേ കണ്ടക്ട് ഇലക്ട്രിസിറ്റി ആൻഡ് ഹീറ്റും കണ്ടക്ട് ചെയ്യും, ഇലക്ട്രിസിറ്റിയും കണ്ടക്ട് ചെയ്യും. താപവും അതുപോലെ തന്നെ വൈദ്യുതിയും കടത്തിവിടുന്നത്. താപചാലകം അല്ലെങ്കിൽ വൈദ്യുതി ചാലകം മലയാളത്തിൽ പറഞ്ഞത്. ഓക്കെ അല്ലേ? ഈ ഭാഗം ഓക്കെ അല്ലേ? മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത്, when heat is supplied to one portion of the metal, the thermal energy is uniformly spread throughout the free electrons. അതായത് ഇവിടെ ഒരു എക്സാമ്പിൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ, ഒരു ഹീറ്റ് എനർജി നമ്മൾ സപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇതിന് ഓരോ ഇലക്ട്രോൺസിനും ഈക്വൽ ആയിട്ട് അതിന്റെ എനർജി സപ്ലൈ ചെയ്ത് കിട്ടും ഈ എനർജി. പിന്നെ ഇതിന്റെ മെറ്റൽസിന്റെ ഒരു പ്രത്യേകതയാണ് അതിന്റെ തിളക്കം, ലെസ്റ്റർ ആൻഡ് കളർ ഇൻ സർട്ടൻ കേസസ്. കളറും അതേപോലെ തിളക്കവും. This is due to the presence of free electrons. Why metal, ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ. Why metal possess luster and why they produce color? Due to, എന്താണ് അതിന്റെ ആൻസർ? Due to the presence of free electrons. Due to the presence of free electrons എന്ന് പറയാൻ പറ്റും. ഓക്കെ അല്ലേ? Due to the presence of free electrons. അപ്പൊ ഇവിടെയൊക്കെ ആ വൺ വേർഡ് പോലത്തെ ക്വസ്റ്റ്യനുകൾ ഞാൻ പറഞ്ഞിരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് അങ്ങനെയാണ് ചോദിക്കുക. പിന്നെ മാലിയബിൾ ആൻഡ് ഡക്റ്റൈൽ നമ്മൾ പണ്ട് മുതലേ 8ാം ക്ലാസ് മുതലേ പഠിച്ചു പോകുന്നതാണ് അല്ലെ. മാലിയബിലിറ്റി, ഡക്റ്റൈലിറ്റി. ഹൈലി മാലിയബിൾ ആണ് ആൻഡ് ഡക്റ്റൈൽ ആണ്. അത് എന്താണെന്ന് പറയേണ്ടതില്ലല്ലോ, ഓൾറെഡി അറിയാം. മാലിയബിൾ എന്ന് പറഞ്ഞാൽ എന്താ, അടിച്ചു പരത്താൻ കഴിയും അല്ലെ. നമുക്ക് അതിനെ അടിച്ചു പരത്തി നേരിയ തകിടുകളാക്കി മാറ്റാൻ പറ്റും. ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ദേ ക്യാൻ ബി ഡ്രോൺ ഇൻ ടു തിൻ വയേഴ്സ് ആക്കി മാറ്റാൻ പറ്റും അല്ലെ. അപ്പൊ അതാണ് നമ്മൾ പഠിച്ചത്. മെറ്റാലിക് സോളിഡ്സ് കഴിഞ്ഞു. ഇനി അടുത്തത് കോവലന്റ് ഓർ നെറ്റ്വർക്ക് സോളിഡ്സ് എന്ന് പറയാൻ പറ്റും. കോവലന്റ് ഓർ നെറ്റ്വർക്ക് സോളിഡ്സ് എന്ന് പറയും. എന്താണ് ഈ കോവലന്റ്? കോവലന്റ് ഓർ നെറ്റ്വർക്ക് സോളിഡ്സ്, ഇതൊരു ജയന്റ് ക്രിസ്റ്റൽസ് പോലത്തെ ഉള്ള വലിയൊരു ജയന്റ് ക്രിസ്റ്റൽ, വലിയൊരു സോളിഡ് ഫോർമേഷൻ. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് കാർബൺ ആണ്. ഇതിൽ മെയിൻ ആയിട്ട് അടങ്ങിയിട്ടുള്ള എക്സാമ്പിൾ നമ്മൾ പറയുന്നത്. കോവലന്റ് ബോണ്ട്സ് ആർ സ്ട്രോങ് ആൻഡ് ഡയറക്ഷണൽ ഇൻ നേച്ചർ. Therefore atoms are held at a very strong at their position. They are hard and brittle, extremely high melting point, and may even decompose before melting. പിന്നെ എന്താണ്, കണ്ടക്ട് ചെയ്യും ഇലക്ട്രിസിറ്റി. They are insulators and do not conduct electricity. Diamond and silicon carbide are typical examples of such solids. പക്ഷേ ഇതിനൊരു ഇവിടെ എക്സെപ്ഷണൽ കേസ് ഉണ്ട്. ഞാനിവിടെ റെഡിൽ കൊടുത്തിട്ടുണ്ട്. ഗ്രാഫൈറ്റിന്റെ കാര്യങ്ങളാണ്
ഇത് എക്സാമിൽ ചോദിക്കാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. 1 വേർഡ് ആയാലും 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയാലും ചോദിക്കാം. ഇവിടെ എന്താണ് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്? ഇത് കണ്ടക്ട് ചെയ്യോ? ഈ കോവലന്റ് നെറ്റ്വർക്ക് സോളിഡ്സ് കണ്ടക്ട് ചെയ്യോ ഇലക്ട്രിസിറ്റി? ഇല്ല. പക്ഷെ കണ്ടക്ട് ചെയ്യുന്ന ഒരാളുണ്ട്, ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. അതായത് നമ്മൾ പെൻസിലിന്റെ ഉള്ളിലുള്ള ആ നിബില്ലേ, ആ ഒരു പെൻസിലിന്റെ ആ സാധനത്തിലൂടെ പെൻസിൽ കണ്ടക്ട് ചെയ്യും ഇലക്ട്രിസിറ്റി. ആ സാധനത്തിലൂടെ സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ ഗ്ലോ ചെയ്യും, ബൾബ് ഗ്ലോ ചെയ്യും. കാരണം ദി കണ്ടക്ട് വയർ അതിലൂടെ കടത്തി പോലും. കാരണം ഇറ്റ് ഇസ് എ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. ഗ്രാഫൈറ്റ് റോഡ് ഇസ് എ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. വൈ ദിസ് ഗ്രാഫൈറ്റ് റോഡ് ഇസ് കണ്ടക്ടിങ്? എന്തുകൊണ്ടാണ് ഗ്രാഫൈറ്റ് കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു റീസൺ ആണ് ഇവിടെ റെഡിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ കോവലന്റ് നെറ്റ്വർക്ക് സോളിഡ്സിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത് അതാണ്, ആ കാറ്റഗറിയാണ്. ഇത് പറയുന്നതോടുകൂടി ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യും. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കണ്ടു നോക്കുക, മനസ്സിലാക്കുക. ഇത്രയും ഈ ഒരു കണ്ടന്റ് മതി ഈ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് പഠിക്കാൻ. അപ്പൊ ഈ ഒരു സ്ലൈഡ് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇത് തന്നെ പഠിച്ചാൽ മതി. ഇതിൻ്റെ അകത്ത് എക്സ്ട്രാ ഇനി ഒന്നും പറയാനില്ല. ഈ ഒരു ഭാഗത്ത് നിന്ന് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ക്രിസ്റ്റലൈൻ സോളിഡ്സ് ക്ലാസിഫിക്കേഷനിലെ അവസാനത്താണ് കോവലന്റ് ഓർ നെറ്റ്വർക്ക് സോളിഡ്സ് എന്ന് പറഞ്ഞത്. Wide variety of crystalline solids of non-metal results from formation of covalent bond between adjacent atom. Covalent bond വഴി ഫോം ചെയ്യുന്നതിനെ കോവലന്റ് ക്രിസ്റ്റൽ എന്ന് പറയുന്നു, അല്ലെങ്കിൽ കോവലന്റ് സോളിഡ് എന്ന് പറയുന്നു. അതിന് ജയന്റ് മോളിക്യൂൾസ് എന്നൊരു പേരുണ്ട്. അതിന്റെ പേരെന്താണ്? ജയന്റ് മോളിക്യൂൾസ്. കാരണം അതിന്റെ സ്ട്രക്ചർ എന്താണ്? ജയന്റ് ആയിട്ടുള്ള സ്ട്രക്ചർ, വലിയ സ്ട്രക്ചർ വരുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനെ ജയന്റ് മോളിക്യൂൾസ് എന്ന് പറയുന്നത്. ജയന്റ് മോളിക്യൂൾസ് എന്ന് പറയാൻ കാരണം അതാണ്. ഇനി അടുത്തത് ജസ്റ്റ് സ്ലൈഡ് ഒന്ന് താക്കട്ടെ, നോക്കാം. ഇവിടെ കാർബൺ ആറ്റംസ് ആർ അറേഞ്ച്ഡ് in different layers and each atom is covalently bonded to 3 of its neighboring atoms in the same layer. അപ്പൊ ഈ കാർബൺ ആറ്റം ഗ്രാഫൈറ്റിന്റെ സ്ട്രക്ചർ ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഒരു ഹെക്സഗണൽ സ്ട്രക്ചർ ആണ് ഇതിന് വരുന്നത്. അപ്പൊ ഇതിന്റെ സ്ട്രക്ചർ ഞാൻ കൊടുക്കാത്തതിനുള്ള റീസൺ അത്ര ഇമ്പോർട്ടന്റ് ഒന്നുമല്ല. പക്ഷെ ഒരു ഹെക്സഗണൽ പാറ്റേണിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന സ്ട്രക്ചർ ആണ് വരുന്നത്. ഇവിടേക്ക് ഓരോ സ്ഥലത്തും എന്തുണ്ടാവും? നമ്മളെ അയോൺസ് ഉണ്ടാവും. അപ്പൊ ഇതിന്റെ ഒരു റിപ്പീറ്റഡ്, ഇതിന്റെ ഈ ഒരു ലെയറിന്റെ മുകളിൽ അടുത്ത ലെയർ വരും. അങ്ങനെ ഈ ഒരു ലെയറിന്റെ മുകളിൽ അടുത്ത ലെയർ വരും, പിന്നെ ഇതിന്റെ മുകളിൽ അടുത്ത ലെയർ വരും. അങ്ങനെ ഒരു റിപ്പീറ്റ് ചെയ്യുന്ന പോർഷൻ ആണ് പറയുന്നത് ഹെക്സഗണൽ പാറ്റേൺ. ഓക്കെ അല്ലേ? അപ്പം കാർബൺ ആറ്റം ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാകും. ദ ഫോർത്ത് വാലൻസ് ഇലക്ട്രോൺ അത് മൂവ് ചെയ്യുന്ന മൊബൈൽ ഇലക്ട്രോൺ, വാലൻസ് ഇലക്ട്രോൺ ആണ് റെസ്പോൺസിബിൾ ഫോർ ദിസ് electrical conductivity. These free electrons make graphite a good conductor of electricity. Different layers can slide one over other. അപ്പോൾ ഒരു ലെയറിന്റെ മുകളിൽ അടുത്ത ലെയർ, അടുത്ത ലെയറിന്റെ മുകളിൽ അടുത്ത ലെയർ, അങ്ങനെ അട്ടിക്കട്ടിക്കായിട്ട് വെക്കുക എന്ന് പറയില്ല. ഇങ്ങനെ ഒരു ലെയറിന്റെ മുകളിൽ ഹെക്സഗണലാണ്, സോറി, ഇങ്ങനെ അടുത്ത ലെയർ ഇങ്ങനെ വെക്കും, പിന്നെ അതിന്റെ അടുത്ത ലെയർ ഇങ്ങനെ വെക്കും. അങ്ങനെ മുകളിലായിട്ട് ഇങ്ങനെ അട്ടിക്കട്ടിക്കായിട്ട് വെച്ച് പോവുക. അതന്നെ മീനിങ്. ഓക്കെ, അപ്പൊ ഇതില് നമുക്ക് നോക്കാം, ഡിഫറെന്റ് ലെയേഴ്സ് ആയിട്ട് വെക്കുന്നുണ്ടാകും. ദിസ് മേക്സ് ഗ്രാഫൈറ്റ് എ സോഫ്റ്റ് സോളിഡ് ആൻഡ് എ ഗുഡ് സോളിഡ് ലൂബ്രിക്കന്റ് ആയിട്ട്. വൈ ഗ്രാഫൈറ്റ് ഇസ് കണ്ടക്ടിങ്? അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്താണ്, എന്തുകൊണ്ടാണ് ഗ്രാഫൈറ്റ് കണ്ടക്ട് ചെയ്യുന്നത്? Even though it is a covalent crystalline solid, it is conducting. ഡയമണ്ട് കണ്ടക്ട് ചെയ്യോ? ഇല്ല. ഡയമണ്ടും ഗ്രാഫൈറ്റും ഒക്കെ എന്താണ്? കാർബണിന്റെ അലോട്രോപ്പുകളാണ് അല്ലെ? കാർബണിന്റെ അലോട്രോപ്സ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അലോട്രോപ്സ് ഓഫ് കാർബൺ 9th സ്റ്റാൻഡേർഡ്. അപ്പൊ കാർബണിന്റെ അലോട്രോപ്പ്. പക്ഷെ ഡയമണ്ട് എന്താണ്? കണ്ടക്ട് ചെയ്യില്ല. ബട്ട് ഗ്രാഫൈറ്റ് ഇസ് കണ്ടക്ടിങ്. അതിനുള്ള റീസൺ ആണ് ദാറ്റ് ഇറ്റ് ഇസ് എ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട് അതില്. Free electrons are responsible for its conducting electricity. പിന്നെ എന്താണ്? ഓരോ ലെയേഴ്സ് ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതെന്താണ്? ഒരു സോഫ്റ്റ് സോളിഡ് ആണ്, ഗുഡ് സോളിഡ് ലൂബ്രിക്കന്റ് ആണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ആ ഫസ്റ്റ് പാർട്ടിന്റെ കംപ്ലീറ്റ് നോട്ട്സും ക്ലാസ്സും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. ഈ ഒരു ഭാഗത്ത് നിന്ന് മാക്സിമം എന്നല്ല, എല്ലാ കണ്ടന്റും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സീ യു ഇൻ നെക്സ്റ്റ് ക്ലാസ്. ബൈ.